Good afternoon, children. Today we are moving to a new chapter, chapter 9. Very easy for you. The first, we have to study three things. The first one is profit and loss. How can we find profit and loss? Secondly, how can we find simple interest? And third one, the related with bills. Okay, how to form a bill or how to fill the gaps or fill in the blanks in a given bill. Okay, two things you have to do. Okay, easy one. Okay, so let us start with profit and loss. So before entering into the term profit and loss, we should know two prices. The first one is called cost price. Usually we denote it by CP. Okay, cost price denoted by CP. Shortly we can write CP. So whenever you see CP, you have to read it as cost price. Okay, what is cost price? The price at which an article is bought എന്നാണ്. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പേ ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് സെല്ലിംഗ് പ്രൈസ്? സെക്കൻഡ് വൺ സെല്ലിംഗ് പ്രൈസ് എന്നാണ്. വേർഡ് ക്ലിയർ ആണല്ലേ? ദ പ്രൈസ് വെൻ വി ആർ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ എന്നാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ SP എന്നാണ്. ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് എന്നാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വേണ്ട തോന്നുമ്പോൾ വി വിൽ സെൽ ഇറ്റ് അല്ലേ? ആ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസാണ് എന്ത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വി ആർ പേയിങ് ദ എമൗണ്ട്. സെല്ലിംഗ് പ്രൈസ് മീൻസ് വി ആർ ഗെറ്റിംഗ് ദ എമൗണ്ട്. നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് സെല്ലിംഗ് പ്രൈസ്. പക്ഷേ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വി ആർ പേയിങ് ദ സെയിം ടു ദ ഷോപ്പ് കീപ്പർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ടോട്ടൽ CP എന്ന് പറയുന്നത്, ഹിയർ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ടു പ്രൈസസ് ആണ്, CP ആൻഡ് SP ആണ്. ബട്ട് ഹിയർ വി ഹാവ് എ വേർഡ് ടോട്ടൽ CP. ദർ ഈസ് നോ ടോട്ടൽ SP. Total CP is there. You know what is it? See, total CP എന്ന് പറഞ്ഞാൽ suppose you are buying an electronic item, maybe a TV ആയിക്കോട്ടെ. So, after buying the same, is it your responsibility to bring it home? Is it their responsibility? That is the shop's responsibility to bring it home? Our own responsibility ആണ് അല്ലേ? നമ്മളൊരു TV വാങ്ങിച്ചാൽ we need it to, we want to take it to our home ആണ് അല്ലേ? അപ്പോൾ നമ്മൾക്ക് തനിയെ അത് കൊണ്ടുവരാൻ പറ്റുമോ? മേ ബി സം ടൈം നമ്മൾ എന്ത് ചെയ്യണം? മേ ബി വി ഹാവ് ടു കോൾ ആൻ ഓട്ടോ ഓർ സം അതർ വെഹിക്കിൾ അല്ലേ? ഓർ മേ ബി അവർ ഓൺ വെഹിക്കിൾ ആയിരിക്കാം. സോ അവർ ഓൺ വെഹിക്കിൾ ആണെങ്കിലും വി ഹാവ് ടു ഫിൽ പെട്രോൾ, ഡീസൽ ഓർ എക്സെട്ര അല്ലേ? അപ്പോൾ നമുക്ക് അതിനൊരു എക്സ്ട്രാ ചിലവ് കൂടെ വരും. നമ്മളവിടെ പോകുന്നില്ലേ, നമ്മളവിടെ ഷോപ്പിലേക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു ചിലവ് കൂടെ കണക്കാക്കണം. ഓക്കെ, ചിലപ്പോൾ നമുക്കത് മാത്രമേ പോരാ. അപ്പോൾ നമ്മൾ TV വാങ്ങിച്ചു, സം ടൈം നമുക്ക് എന്ത് വേണം, അതൊരു ഫിറ്റിംഗ് ചാർജൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ? ഒരാൾ വന്നിട്ട് നമുക്കത് കണക്ഷനും ഒക്കെ ചെയ്തു തരേണ്ടി വരും. അപ്പോൾ അയാൾക്കും നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ പേ കൊടുക്കേണ്ടി വരും അല്ലേ? അങ്ങനെയുള്ള കേസസിൽ ടോട്ടൽ CP എന്ന് പറയുന്നത് CP ഓഫ് ദ ആർട്ടിക്കിൾ കൂടാതെ നമ്മൾ എന്ത് കൊടുക്കണം, എക്സ്ട്രാ എക്സ്പെൻസസും കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ CP എന്ന് പറയുന്നത് CP ഓഫ് ദ ആർട്ടിക്കിൾ പ്ലസ് എക്സ്ട്രാ എക്സ്പെൻസസ് എന്നാണ്. അത് ട്രാൻസ്പോർട്ടേഷൻ ആവാം, റിപ്പയറിങ് ആവാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, യു ഹാവ് ടു കൺസിഡർ ദാറ്റ് ആൾസോ ടുഗദർ വിത്ത് CP ഓഫ് ദ ആർട്ടിക്കിൾ ആണ്. ക്ലിയർ ആണല്ലോ? ബോത്ത് ടു പ്രൈസസ് ആർ വെരി ക്ലിയർ ടു യു അല്ലേ? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ വിച്ച് ഈസ് ബോട്ട്. സെല്ലിംഗ് പ്രൈസ് മീൻസ് ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ആണ്. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, ദ കേസസ് 3 കേസസ് ആണ് അവിടെ റൈസ് ചെയ്യുന്നത്. ഈ 2 പ്രൈസസ് വെച്ചിട്ട് നമ്മൾ ഇവരുടെ കമ്പാരിസൺ ആണ്. ഒന്ന്, CP ഈസ് ലെസ് ദാൻ SP ആവുന്നത്, CP ഈസ് ഗ്രേറ്റർ ദാൻ SP ആവുന്നത്, CP ഈക്വൽ ടു SP എന്നാണ് അല്ലേ? കമ്പാരിസൺ പഠിക്കുമ്പോൾ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു ആണ്. സപ്പോസ് ഈക്വൽ ടു ആണെങ്കിൽ ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലേ? നമുക്ക് അവിടെ ഒന്നും സംഭവിക്കുന്നു, നമ്മൾ വാങ്ങിക്കുന്നു, അതേ റേറ്റിന് വിൽക്കുന്നു, നത്തിങ് വിൽ ഹാപ്പൻ അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും വി നീഡ് ഇൻ വൺ ടു ലൂസ് എനി എമൗണ്ട് അല്ലേ? നമുക്കൊന്നും ലൂസ് ചെയ്യുന്നുമില്ല, വി ആർ നോട്ട് ഗെയിൻ എനിത്തിങ്, നമുക്കൊന്നും കിട്ടുന്നുമില്ല. ഓക്കെ, നമുക്കൊന്നും കിട്ടുന്നുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പോകുന്നില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി സെല്ലിംഗ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്നാണ്. ഇപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാധനം വാങ്ങിക്കുന്നത് 100 റുപ്പീസിനുമാണ്, നിങ്ങൾ അതിനെ സെയിൽ ചെയ്യുന്നതോ 110 റുപ്പീസിനും ആണെങ്കിൽ അക്കോർഡിംഗ് ടു യു നിങ്ങൾക്ക് എന്താണ്, ഒരു 10 റുപ്പീസ് നിങ്ങൾക്ക് അധികം കിട്ടുന്നു അല്ലേ? നിങ്ങൾ ആക്ച്വലി 100 റുപ്പീസേ ചിലവാക്കിയിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ എത്ര രൂപ അധികം കിട്ടി? 10 റുപ്പീസ് മോർ എന്ന് കിട്ടി. ആ മോർ എന്നുള്ള എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുക, പ്രോഫിറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ദർ ഈസ് എ ഗെയിൻ ഓഫ് 10 റുപ്പീസ് എന്നാണ്. നമുക്കവിടെ ഒരു ഗെയിനാണ്, ഒരു നേട്ടം ഉണ്ടാവുകയാണ് അല്ലേ? 10 റുപ്പീസിൻ്റെ ഗെയിൻ ഉണ്ടാവുകയാണ്.
അതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ പ്രോഫിറ്റ് കാണാൻ ഹൗ മച്ച് റുപ്പീസ് പ്രോഫിറ്റ് ആണ് ഇവിടെ ടീച്ചർ പറഞ്ഞ കേസിൽ 100 റുപ്പീസ് പേ ചെയ്തു, 110 റുപ്പീസിന് സെല്ല് ചെയ്തപ്പോൾ അവിടെ ഒരു ഗെയിൻ ഓഫ് 10 റുപ്പീസ് എന്ന് കിട്ടി. ആ 10 എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? എസ് പി മൈനസ് സി പി, 110 മൈനസ് 100 ഈസ് ഈക്വൽ ടു 10 എന്നാണ്. ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എസ് പി ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്നാണ്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് സെയിം 100 തന്നെയാണ്. സപ്പോസ് നിങ്ങൾ ഇതിന് 100 റുപ്പീസിന് പകരം ഒരു 95 റുപ്പീസിനാണ് ഇത് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ? നിങ്ങൾ എത്ര രൂപ മുടക്കിയിട്ടുണ്ടായിരുന്നു? ആക്ച്വലി നിങ്ങൾ പേ ചെയ്തത് 100 റുപ്പീസാണ് അല്ലേ? 100 റുപ്പീസ് ടു ബി പെയ്ഡ് ആണ്. ബട്ട് യു ആർ സെല്ലിംഗ് ദ സെയിം ഐറ്റം ഫോർ ഹൗ മച്ച് റുപ്പീസാണ്? 95 റുപ്പീസാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ ദർ? വി ഹാവ് ടു ഇൻകർ എ ലോസ് ആണ് അല്ലേ? ഇൻകർ എ ലോസ് ഓഫ് ഹൗ മച്ച് റുപ്പീസ് ലോസ് അവിടെ ഹാപ്പൻഡ്? 5 റുപ്പീസ്. ദർ ഈസ് എ ലോസ് ഓഫ് 5 റുപ്പീസ് ഇൻ ദ ട്രാൻസാക്ഷൻ എന്നാണ്. ഈ ട്രാൻസാക്ഷനിൽ 5 റുപ്പീസ് ലോസ് ആണ്. ആൻഡ് ഹൗ ഡു യു ഗെറ്റ് ദാറ്റ്? ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ് ലോസ്? ലോസ് ഈക്വൽ ടു സി പി മൈനസ് എസ് പി ആണ്. സോ റിമൈൻഡ് ദ സെയിം ദ സിറ്റുവേഷൻസ് ഇൻ യുവർ മൈൻഡ്, ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദ ഐഡിയ. എസ് പി ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഈസ് മോർ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസ് ഈസ് സ്മോൾ എന്ന് പറഞ്ഞാൽ ലോസ് എന്നാണ്. ഓക്കെ, ആൻഡ് ഇഫ് ദ എസ് പി ആൻഡ് സി പി ആർ ഈക്വൽ മീൻസ് ദർ ഈസ് നോ ലോസ്, നോ പ്രോഫിറ്റ്. Now let us come to our checkpoint question number 1. Fill in the blanks ആട്ടോ. A seller has made a profit ആണ്. അയാൾക്ക് എന്താണ് കിട്ടുന്നത്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കാണുക? ടീച്ചർ ആൾറെഡി ജസ്റ്റ് ടോൾഡ് യു നൗ. പ്രോഫിറ്റ് മീൻസ് എസ് പി മൈനസ് സി പി ആയിരിക്കണം. എസ് പി ഈസ് ഗ്രേറ്റർ ദാൻ സി പി ആവണം. സെക്കൻഡ് വൺ, എ സെല്ലർ ഹാസ് ഇൻകേർഡ് എ ലോസ്. ഇൻകേർഡ് എ ലോസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കണം. സി പി മൈനസ് എസ് പി ആയിരിക്കണം. ക്ലിയർ ടു യു? Next we are moving to our second question ആണ്. ചെക്ക് പോയിന്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ടീച്ചർ ഷോർട്ട് ആയിട്ട് എഴുതിയതാട്ടോ, പി ബാർ എൽ. പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് എന്നാണ്. ഫസ്റ്റ് കേസ്, സി പി ഈസ് ഗിവൺ 530 റുപ്പീസ്, എസ് പി ഈസ് റുപ്പീസ് 246. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ വാങ്ങിച്ചത് 530 റുപ്പീസിനാണ്, നിങ്ങൾ വിൽക്കുന്നത് 246നാണ്. ഈസ് ദർ ലോസ് ഓർ പ്രോഫിറ്റ് ഫോർ യു? ഷോർലി യു ഹാവ് ടു ഇൻകർ എ loss, isn't it? So loss equal to CP minus SP or difference between the values. That's enough. So big value minus small value, subtract. Subtraction is directly not possible. Borrow from here. അപ്പോൾ 3നെ ടീച്ചർ 2 ആൻഡ് ഇവിടെ 10 ആക്കി. 10 മൈനസ് 6 4 ആയി. വീണ്ടും 2 മൈനസ് 4 പോസിബിൾ അല്ലാത്തതുകൊണ്ട് ബോറോ ഫ്രം 5. 5 ബിക്കം 4, 2 ബിക്കം 12. 12 മൈനസ് 4 ഈസ് 8. 4 മൈനസ് 2 ഈസ് 2. ആൻഡ് റുപ്പീസ് ഹിന്ദിയിൽ നിങ്ങൾ എഴുതുന്ന രാന്ന് തന്നെയാണ്. മുകളിലൊരു ലൈനും ഇടയിലൊരു ലൈനും. ദാറ്റ് ഈസ് ദ സിമ്പൽ യൂസ്ഡ് ടു ഡിനോട്ട് റുപ്പീസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സി പി ഈസ് ഗിവൺ റുപ്പീസ് 766ഉം എസ് പി ഈസ് റുപ്പീസ് 542 ആണ്. എഗെയിൻ സെയിം സിറ്റുവേഷൻ ആണ് അല്ലേ? കോസ്റ്റ് പ്രൈസ്, ദിസ് ഈസ് സെല്ലിംഗ് പ്രൈസ്. സോ വി ഹാവ് ടു ഇൻകർ എ ലോസ് ഓഫ് സി പി മൈനസ് എസ് പി ആൻഡ് ദ ഡിഫറൻസ് ഓഫ് 766 മൈനസ് 542 ഈസ് ഡയറക്റ്റ് സബ്ട്രാക്ഷൻ ആണ്. 6 മൈനസ് 2 4, 6 മൈനസ് 4 2, 7 മൈനസ് 5 2. സോ പി ഈസ് 224 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, സി പി ഈസ് 670, എസ് പി ഈസ് 765. നോക്കി നോക്കൂ, നമ്മൾ വാങ്ങിക്കുന്നത് 670ക്ക്, പക്ഷേ വിൽക്കുന്നതോ 765 അല്ലേ? മോറാണ് നമുക്ക്. അപ്പോൾ പ്രോഫിറ്റ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി. സിൻസ് ആസ് നോ സ്പേസ്, ലെറ്റ് മീ ഡു ഇറ്റ് ഹിയർ. 765 മൈനസ് 670. ഡയറക്റ്റ് സബ്ട്രാക്ഷൻ 5 മൈനസ് 0 5 തന്നെയാണ്. ബോറോ ഫ്രം ഹിയർ 6. 16 minus 7 is 9 ആണ്. And this is 0. 0 is not required. So we can write it as rupees 95. Next we are moving to real life applications. Checkpoint question number 3 ആണ്. Solve the following word problems ആണ്. Okay. So they have given in statement wise, they have given to us. We have to make it short and we have to solve it എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കൂ. ബോട്ട് 4 rupees എന്നാണ്. ബോട്ട് എന്നുള്ള വേർഡ് ഉണ്ട്, അത് കഴിഞ്ഞ് വരുന്ന റുപ്പീസ്. അപ്പോൾ എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം? സി പി ഓഫ് ഓവൻ അല്ലേ? സി പി ഓഫ് ആൻ ഓവൻ ഈസ് ഈക്വൽ ടു റുപ്പീസ് 8000 ആണെന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. സെക്കൻഡ് സെൻറ്റൻസിൽ കണ്ടിന്യൂവേഷൻ ആയിട്ട് ആൻഡ് സോൾഡ് എന്നാണ്. സോൾഡ് 4 rupees എന്ന് പറയുന്നത് എന്താണ്? എസ് പി ഓഫ് ഓവൻ ആണ്. ഓവൻ സോൾഡ് ചെയ്യുന്നത് നമ്മൾ എത്ര രൂപയ്ക്കാണ്? റുപ്പീസ് 7500-നാണ്.
ആൻഡ് എലോങ് വിത്ത് ദ സെയിം വാട്ട് ഈസ് ഡൂയിങ് ഹീ പെയ്ഡ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് എന്ന് പറഞ്ഞാലും ബോട്ട് എന്നുള്ള മീനിങ് തന്നെയാണ്. നമ്മൾ ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്യുന്നതാണ് അല്ലേ. ₹8,000 പേ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ട് എന്നുള്ളതും പെയ്ഡ് എന്ന് പറഞ്ഞാലും അത് എന്ത് പ്രൈസാണ് കാണിക്കുന്നത്? CP ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ CP ഓഫ് ഓവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ അയാൾ എത്ര രൂപ പേ ചെയ്യുന്നുണ്ടത്? 200 ആസ് ടാക്സ്. അപ്പോൾ ₹200 എന്നുള്ളത് ടാക്സ് ആക്കി കൊടുത്തു. പ്ലസ് എന്തുകൂടെ ചെയ്തു? ടീച്ചർ പറഞ്ഞില്ലേ അതിനെ നമുക്ക് വീട്ടിലേക്ക് എടുത്തിട്ട് വരാൻ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും വെഹിക്കിൾ വിളിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിളിൽ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ കോസ്റ്റാണ് ₹300 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ CP എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ടോട്ടൽ CP എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു കൺസിഡർ ദ 3 വാല്യൂസ് ടുഗദർ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഓവൻ വാങ്ങി വീട്ടിലെത്തിക്കാൻ എത്രയൊക്കെ കൊടുക്കേണ്ടി വന്നു? ഓവൻ്റെ പ്രൈസ് ആയ 8,000, എക്സ്ട്രാ ടാക്സ് ആയ 200, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയ 300. ഈ 2 കാര്യങ്ങൾ യു ഹാവ് ടു ആഡ് ദീസ് 2 ടുഗദർ ടു CPയുടെ കൂടെയാണ് ചേർക്കേണ്ടത്, അല്ലാതെ SPയുടെ കൂടെ ചേർക്കരുത്. ഓക്കെ, നമ്മളത് വിൽക്കുമ്പോൾ നമ്മളൊന്നും അറിയണ്ട, ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നമ്മൾ അറിയണ്ട. ദോസ് ഹു ആർ ബൈയിങ് വിൽ കം ആൻഡ് ടേക്ക് ഇറ്റ് അല്ലേ. പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ടു ടേക്ക് ഇറ്റ് ടു ഹോം എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മളത് ചേർക്കേണ്ടത്. അപ്പോൾ എത്ര വരും നിങ്ങൾക്ക് അറിയോ? ടോട്ടൽ ₹8,500 ആണ് നമ്മളുടെ CP. അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാതെ 8,000 ആണെന്ന് ഇമാജിൻ ചെയ്യരുത്. ടോട്ടൽ CP എന്ന് പറയുന്നത് ₹8,500 ആണ്. SP എന്ന് പറയുന്നത് ₹7,500 ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, വാങ്ങിച്ചതാണ് ഇത്രയും പ്രൈസിന്, വിൽക്കുന്നതാണ് ഈ പ്രൈസിന്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ട്രാൻസാക്ഷനിൽ വരുന്നത്? ഡ്യൂറിങ് ദിസ് ട്രാൻസാക്ഷൻ ഹി ഹാസ് ടു ഇൻകർ എ ലോസ് ആണ് അല്ലേ. അയാൾക്ക് അവിടെ സംഭവിക്കുന്ന ലോസ് ആണ്. So loss equal to CP minus SP and write the values as 8,500 minus 7,500. See how much rupees are? 1,000 rupees loss ആണ്. It's a great loss, isn't it? Now second question, teacher is not writing the question, you have to copy the same from textbook ato. B question, Shiv bought a dining table ₹4 എന്നാണ്. അവിടെ ഒരു ബോട്ട് എന്നുണ്ട് അല്ലേ. ദ വേർഡ് ബോട്ട് കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? CP ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ CP ഈസ് ഗിവൺ ആസ് 12,480 എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. ആൻഡ് സോൾഡ്, അയാൾ വിൽക്കുകയാണ്. ഇറ്റ് ആഫ്റ്റർ എ ഇയർ എന്നാണ്. ആഫ്റ്റർ ഒരു വർഷം കഴിഞ്ഞിട്ട് അതിനെ വിൽറ്റു. അറ്റ് എ ലോസ് ഓഫ് എന്നാണ്. ഈ എമൗണ്ട് എന്താണ്? ലോസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ അയാൾക്ക് ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ അയാൾക്ക് സംഭവിച്ചത് എന്താണ്? ലോസ് ആണ്. 1,660 ലോസ് ആണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹീ സെൽ ഇറ്റ് ഫോർ എന്നാണ്. ദേ ആസ്ക്ഡ് us ടു ഫൈൻഡ് SP എന്നാണ്. അപ്പോൾ അയാളത് വാങ്ങിക്കുമ്പോൾ ഹി ബോട്ട് എ ഡൈനിങ് ടേബിൾ ആണ് അല്ലേ. പ്രൈസ് ഓഫ് ദ ഡൈനിങ് ടേബിൾ ഈസ് 12,480 ആണ്. ആൻഡ് ആഫ്റ്റർ 1 year ഹീ സോൾഡ് ഇറ്റ്. But he has to incur a loss of ₹1,660 ലോസ് സംഭവിച്ചു happen. അപ്പോൾ SP ആണ്. We have to calculate SP ആണ്. What we do to find SP? Because we studied that loss is equal to CP minus SP എന്നാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ SP കണ്ടെത്തുക? എത്ര പ്രൈസ് ഇതിനായിരിക്കും അയാൾ വിൽക്കുക? അതായത് ഇതിൻ്റെ മീനിങ് ഇയാൾ ഇവിടെ വിൽക്കുമ്പോൾ ഇതാണ് ഒറിജിനൽ പ്രൈസ് അല്ലേ. നമ്മളിവിടെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ഇത്രയും രൂപ നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെ മീനിങ് എന്താ? നമ്മൾ ഇത്രയും രൂപ ലെസ് ആയിട്ടാണ്, ഇതിൽ നിന്നും ഇത്രയും രൂപ ലെസ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? സെയിൽ നടത്തിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫോർമുല CP മൈനസ് ലോസ് ആണ്. കാരണം നമുക്ക് അത്രയും രൂപ കുറഞ്ഞാണ് സംഭവിക്കുന്നത് അല്ലേ. ഇവിടെ കുറവാണ് സംഭവിക്കുന്നത്, ഡിക്രീസ് ആണ്. ദാറ്റ് ഈസ് വൈ വി ആർ ഡൂയിങ് സബ്ട്രാക്ഷൻ. ഡിക്രീസ് ആണ് ഇവിടെ. ഡിക്രീസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? സബ്ട്രാക്ഷൻ ചെയ്തത്. 0 ആയി, 8 - 6 2 ആയി, 4 - 6 പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ ടീച്ചർ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ 14 ആക്കി. 14 - 6 പോസിബിൾ ആണ്, 8 ടൈംസ് ആണ്. 1 - 1 0 then 1. Now we are moving to C question ആട്ടോ. മുൻമുൻ ബോട്ട് എ ഫ്ലാറ്റ്. കണ്ടോ, ബോട്ട് എ ഫ്ലാറ്റ് ₹4 എത്ര രൂപയ്ക്കാ? 10,50,000 എന്നാണ് ആണല്ലോ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? CP എന്ന് എഴുതി കേട്ടോ. ബോട്ട് ₹4 ആയതുകൊണ്ട് ഫ്ലാറ്റിൻ്റെ റേറ്റ് എത്രയാണ്? ₹10,50,000 എന്ന് എഴുതി ആണല്ലോ. നെക്സ്റ്റ് ലൈൻ റീഡ് ചെയ്യൂ. ഷീ സ്പെൻഡ് ₹2 lakh ഓൺ ഇറ്റ്സ് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്?
കോസ്റ്റ് ഓൺ ഡിസൈനിങ് എന്ന് എഴുതിട്ടോ. ടീച്ചർ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നുള്ളടത്ത് ടീച്ചർ ഡിസൈനിങ് എന്ന് എഴുതി. അവിടെ അവർ എത്ര രൂപയാണ് ചിലവഴിച്ചത്? ₹2 lakh ആണ് ചിലവാക്കിയത്. ആൻഡ് therefore what can we write? ടോട്ടൽ CP എന്ന് എഴുതാം. നമ്മൾ ഓവൻ്റെ കേസിൽ എഴുതിയ പോലെ പ്രൈസ്, ആ ഫ്ലാറ്റിൻ്റെ പ്രൈസാണ് ഇത്രയും രൂപ. പിന്നെയോ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനോ ₹2 lakh കൊടുത്തു. അപ്പോൾ ടോട്ടൽ CP എന്ന് പറയുന്നത് ബൈ ആഡിങ് ദീസ് ടു വി ക്യാൻ ഹാവ് ₹12,50,000 എന്ന് വന്നു കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതാ 2 lakh എന്ന് പറയുമ്പോൾ ഈ സീറോയുടെ പ്ലേസിലാണ് ലാക്ക് വരിക, ബാക്കിയൊക്കെ സീറോസ് ആണ്. ദെൻ ആഡ് ചെയ്യുമ്പോൾ 1 2 ഇത് 50 ഇത് 000. അപ്പോൾ 12,50,000 എന്ന് വന്നു കഴിഞ്ഞു. അതാണ് ടോട്ടൽ CP. ആൻഡ് ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് ഷീ ദെൻ സോൾഡ് ഇറ്റ് ₹4 എന്നാണ്. സോൾഡ് ചെയ്യുകയാണ്. ഓക്കെ, ഹൗ മച്ച് റുപ്പീസാ? 16,30,000 ആണ്. അപ്പോൾ SP എന്ന് പറയുന്നത് ₹16,30,000. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം CP നമുക്ക് ആകെ ചിലവായത് 12 lakh സംതിങ് ആണ്. നമ്മൾ വിൽക്കുന്നത് 16 lakh സംതിങ്ങിനാണ്. ഈസ് ദർ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ഹർ? ആ സ്ത്രീക്ക് എന്തായിരിക്കും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? മുന്നേ ഷീസ് ഗെയിൻസ് ആൻ എമൗണ്ട് എന്നാണ് അല്ലേ? ഗെയിൻ അല്ലേ അവിടെ സംഭവിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഹർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP. സോ ഈക്വൽ ടു 16,30,000 മൈനസ് 12,50,000 എന്നാണ്. ആ ഫസ്റ്റ് 4 പ്ലേസസ് സീറോസ് ആയതുകൊണ്ട് സബ്ട്രാക്ഷൻ ഈസി ആയി. ബട്ട് വി കാൺ സബ്ട്രാക്ട് 3 - 5 പറ്റാത്തതുകൊണ്ട് ടീച്ചർ ഇവിടുന്ന് 1 ബോറോ ചെയ്തിട്ട് ഇവിടെ 13 ആക്കി കേട്ടോ. 13 - 5 പോസിബിൾ ആണ്, 8 ആണ് കേട്ടോ. 8 ടൈംസ് പോസിബിൾ ആണ്. 5 - 2 3 ആണ്. 1 - 1 0 ആയതുകൊണ്ടാണ് ടീച്ചർ എഴുതാഞ്ഞത് കേട്ടോ. അപ്പോൾ ₹3,80,000 ഷീ ഏൺസ് എന്നാണ് അല്ലേ? ആ കുട്ടിക്ക് ഗെയിൻ ആണ്. അതുകൊണ്ടാണ് വി ഹാവ് റിട്ടൺ പ്രോഫിറ്റ് ഈക്വൽ ടു SP മൈനസ് CP എന്ന് എഴുതിയത്. ക്ലിയർ ടു ആൾ? നൗ വി ആർ മൂവിങ് ടു പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻ്റ് എന്നാണ്. പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ നമ്മൾ ഏതിനെ ഇതായിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് കാണുക? ബൈയിങ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് തീരുമാനിക്കുക. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് മേ ചേഞ്ച് ആണ്, പക്ഷേ നമ്മൾ വാങ്ങിക്കുന്നത് CP റിമെയിൻ സെയിം ആണ്. അപ്പോൾ CPയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുക? വെദർ ദർ ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ നമുക്ക് എന്താ എഴുതുക? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് എഴുതുക. ടീച്ചർ P പെർസെൻറ്റേജ് എന്ന് എഴുതി കേട്ടോ. പെർസെൻറ്റേജിൻ്റെ സിമ്പലൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? P/CP എന്ന് എഴുതിയിട്ട് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. സിമിലർലി ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാലും ലോസ് ബൈ CP ഇൻറ്റു 100 എന്നാണ്. ബോത്ത് ആർ ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് പ്രൈസ് എന്നാണ്. ആ കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് വി ആർ കാൽക്കുലേറ്റിംഗ് P ആൻഡ് L എന്നുള്ളത്. അപ്പോൾ ബൈ ഹാർട്ട് ദ ഫോർമുല നൗ ജസ്റ്റ് വി സ്റ്റഡീഡ് നൗ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP എന്നായിരുന്നു അല്ലേ? P ഈസ് ഈക്വൽ ടു SP മൈനസ് CP എന്നും ലോസ് ഈക്വൽ ടു CP മൈനസ് SP എന്നും നമ്മൾ വി ഹാവ് ജസ്റ്റ് സ്റ്റഡീഡ് എന്നാണ് അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100, ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100 ആണ്. സോ ലെറ്റ് us see how to do the same. So teacher is moving to our 4th question ആണ്. Find profit or loss percentage if there are 4 questions ആട്ടോ. A CP ഈക്വൽ ടു ₹100 ആയിരിക്കും കേട്ടോ. അത് അവിടെ ക്വസ്റ്റ്യനിൽ 10 ആണ്. 10 പോസിബിൾ അല്ല കേട്ടോ. 100 എന്ന് എടുത്തോളൂ. SP ഈക്വൽ ടു ₹110 ആണ്. നോക്കൂ, CP ഈക്വൽ ടു ₹100ഉം SP ഈക്വൽ ടു ₹110ഉം ആണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ വാങ്ങിക്കുന്ന 100 rupeesന് നിങ്ങൾ വിൽക്കുന്നത് 110, നിങ്ങൾക്ക് എന്തായിരിക്കും ഈ ട്രാൻസാക്ഷനിൽ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ് ആണ് അല്ലേ? എത്ര രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ്? SP മൈനസ് CP ചെയ്യുമ്പോൾ 110 മൈനസ് 100 ആണ് അല്ലേ? 110 മൈനസ് 100 ഈസ് ഈക്വൽ ടു ഹൗ മച്ച് റുപ്പീസാ? ₹10 എന്ന് കിട്ടി അല്ലേ? ബട്ട് അവർ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ്. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 ആണ്, CP എന്ന് പറയുന്നത് 100 ആണ്, ഇൻറ്റു ഒരു 100ഉം കൂടെ ഉണ്ട്. ഈ മുകളിലുള്ള 100ഉം താഴെയുള്ള 100ഉം വൺ ടൈം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്ന ആളാരാ? 10%. ഫിനിഷ്ഡ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എസ് പി ഈക്വൽ ടു ₹12 ആണ്. ആ ട്രാൻസാക്ഷനിൽ നമുക്ക് ഗെയിൻ ആണ് ₹2 ഗെയിനും കിട്ടി. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, നിങ്ങളൊരു പെന്നോ എന്തെങ്കിലും വാങ്ങിച്ചു, നിങ്ങൾ ആ പെന്ന് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ₹12 ആണ് കിട്ടുന്നത്. ആ ₹12 ₹2 എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഗെയിനാണ് അല്ലേ? അപ്പോൾ ആക്ച്വൽ പ്രൈസ് എന്തായിരിക്കും? ആ ആർട്ടിക്കിളിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്തായിരിക്കും? ₹2 എന്നുള്ളത് എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. ഈ 12 നിന്നും ₹2 എക്സ്ട്രാ ആണ്. അപ്പോൾ ബാക്കിയുള്ള ഒറിജിനൽ പ്രൈസ് എത്രയായിരിക്കും? ദെർഫോർ സി പി എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 12 നിന്ന് ഈ 2 പോണ്ടേ, അതായത് എസ് പി മൈനസ് ഗെയിൻ ആയിരിക്കണം അല്ലേ? എന്നാലല്ലേ ഒറിജിനൽ പ്രൈസ് കിട്ടുള്ളൂ. അതായത് ₹10 ആയിരിക്കും. ക്ലിയർ ടു യു? ആക്ച്വലി ₹12 നമ്മൾ സെയിലാണ് ചെയ്യുന്നത് അല്ലേ? സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അവർ പറയുക ആ ട്രാൻസാക്ഷനിലെ ₹12 എന്ന് പറഞ്ഞതിൽ ₹2 ഈസ് അവർ ഗെയിൻ എന്നാണ്. അപ്പോൾ ആക്ച്വൽ പ്രൈസ് എത്രയേ ഉള്ളൂ അവിടെ? ₹10 ഉള്ളൂ. അത് ടീച്ചർ എഴുതി. ഇനിയാണ് നമുക്ക് വേണ്ടത് ഗെയിൻ പെർസെൻറ്റേജ് എന്നാണ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ഗെയിൻ ബൈ പ്രോഫിറ്റ് ബൈ സി പി എന്ന് എഴുതുന്നതിനാണ് ടീച്ചർ ഗെയിൻ ബൈ സി പി എന്ന് എഴുതിയത്. 2/10 ഇൻറ്റു 100 എന്നാണ്. ഈ 100ൽ ഒരു 0, 10ൽ ഒരു 0 ടീച്ചർ കളഞ്ഞു. ബാക്കി വരുന്നത് 2 ഇൻറ്റു 10 ആണ്. 2 ഇൻറ്റു 10 നമുക്ക് എങ്ങനെ എഴുതാം? 20% എന്ന് എഴുതാം. സി ക്വസ്റ്റ്യനിൽ സി പി തന്നിട്ടുണ്ട് ₹80, ലോസ് ₹5 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ലോസ് പെർസെൻറ്റേജ് ആണ്. നമുക്ക് സെല്ലിംഗ് പ്രൈസിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ₹80 നമ്മൾ വാങ്ങിച്ചത് അല്ലേ? നമുക്ക് എത്ര രൂപ നഷ്ടമുണ്ട്? ₹5 ലോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്കായിരിക്കും അത് വിൽക്കുന്നുണ്ടാവുക? ഇനി ഐഡിയ? 85 എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടി ഗെയിനായി. ലോസ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത്? 75 ആണ്. പക്ഷെ നമുക്കത് വേണ്ട.